ഇനി ഇവരുടെ കിതാബ് തന്നെ വേറൊരു സ്ഥലത്ത് കേട്ടോളൂ കേട്ടോ. അതൊരു പുതിയ പുസ്തക, നല്ല അന്വേഷണ. സൃഷ്ടാവ് ഒരന്വേഷണം. ബഷീർ ഫൈസി വെണ്ണക്കോട്, രണ്ടാമത് സുന്നി പ്രസ്ഥാന. ബഷീർ ഫൈസി വെണ്ണക്കോട്. ഇതിലുള്ള അത്ഭുത കേട്ടോളിങ്ങളെ വായിച്ചു കേൾപ്പിച്ചില്ല, വെറുതെ പറയല്ല. ഇതും 8-ാം തീയതി വാങ്ങിയതാ, ഈ നവംബർ 8-ന് വാങ്ങിയതാ കേട്ടോ. ഇതിന്റെ പേജ് 66. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷ്ക്രിയനല്ല, മറിച്ച് കൃത്യാന്തര ബാഹുലനാണ്. അവിടുന്ന് അശ്രദ്ധനല്ല. ഉമ്മത്തിന്റെ ക്രിയകളും സ്ഥിതിഗതികളും അവിടുന്ന് വിലയിരുത്തുന്നു, ഫയല് നോക്കുന്നു. നബി നിഷ്ക്രിയനല്ല, കർത്താന്തര ബാഹുലനാണ്. നബി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധനല്ല, ശ്രദ്ധാലുവാണ്. ഇത് അള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ആരെങ്കിലും നബിയാണ് ആരാധിക്കുന്നെങ്കിൽ ഇദാ ഖദ് മാത, നബി മരിച്ചിരിക്കുന്നു. അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിലോ അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അശ്രദ്ധനല്ല, ശ്രദ്ധാലുവാണ്. ഒരിക്കലും ശ്രദ്ധ തെറ്റാത്തവനാണ്. അത് അല്ലാഹുവിന്റെ സിഫത്താണ്. അത് റസൂലിന് കൊടുക്കൽ ഇസ്ലാമിന്റെ ആദർശമല്ല, ഇസ്ലാമിന്റെ ആശയമല്ല, ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇത് ജാഹിലിയത്താണ്. ഇത് കഠോരമായ ജാഹിലിയത്താണ്. ഇത് ശുദ്ധമായ ശിർക്കാണ്. ഇത് ശുദ്ധമായ കുഫ്രിയത്താണ്. സഹോദര, ശരിക്കാലോചിക്കണേ. പിന്നെയോ ഉമ്മത്തിന്റെ നിജസ്ഥിതികൾ, ഉമ്മത്തിന്റെ ക്രിയകളും പ്രവൃത്തികളും നബി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും നബി ഫയല് നോക്കുന്നു എന്നുമാണ് പറയുന്നത്. ഇത് വെണ്ണക്കോട് ബഷീർ ഫൈസി ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. ഈ പണ്ഡിതനോട് നിങ്ങൾ ചോദിക്കുക, പണ്ഡിത ഇതിന് തെളിവെവിടെ? ഖുൽ ഹാതു ബുർഹാനക്കും, പണ്ഡിത എവിടെ നീ പറയുന്നതിന് തെളിവ്? ഹാതു ബുർഹാനക്കും, എവിടെ നിന്റെ കയ്യിൽ തെളിവ്? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ബ്രിങ് ദ എവിഡൻസ്, എവിടെയോ നിങ്ങളുടെ തെളിവ്? സൂറത്ത് ബഖറയിലെ 111-ാമത്തെ വചനമാണ്. തൊള്ളോണ്ട് പറഞ്ഞാ പോരെ, തെളിവ് വേണം. ആയത്ത് ഉദ്ധരിക്കണം, ഹദീസ് ഉദ്ധരിക്കണം, പ്രാമാണികമായത് ഉദ്ധരിക്കണം, സഹിയായിരിക്കണം, മാനദണ്ഡമുണ്ടായിരിക്കണം. നാവിന് നീട്ടണ്ട് വിചാരിച്ചിട്ട്, തലേക്കെട്ടിന് നീളം കൂടുന്നു വിചാരിച്ചിട്ട് എന്തു തോന്നിയാസവും അള്ളാന്റെ ദീനിന്റെ പേരിൽ എഴുന്നള്ളിച്ചാൽ അവന്റെ കാര്യം കഷ്ടമാണ്. റസൂല് പറയാണ്, ഞാൻ പറയാത്തതും ഞാൻ പഠിപ്പിക്കാത്തതും എന്റെ പേരിൽ ഒരാൾ പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. ഉണ്ടോ? നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറയണേ. ഇനി അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തുക കേട്ടോളി. അതേ വിശ്വാസമാണ് നബീനെ കുറിച്ച്. അള്ളാഹ് പറയാണെന്ത്? ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് ഖാഫിൽ അല്ലാഹു പറയാണ്, ഏ മനുഷ്യരെ, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. നിങ്ങൾ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുന്നില്ല. അത് 2 സൂക്ഷ്മജ്ഞന്മാരായ മലക്കുകൾ രേഖപ്പെടുത്താതെ. അതുകൊണ്ടെല്ലാം അള്ളാഹുവിന്റെ സാക്ഷിപത്രത്തിലുണ്ട്. അള്ളാഹുവാണത് മലക്കുകളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ടോ മഹ്ശറയിൽ വരുമ്പോ എല്ലാവരുടെ കൈകളിലും ഓരോ കിതാബ് കൊടുക്കും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. 17-ാം അധ്യായമാണ്. സൂറത്ത് ഇസ്രാ ആണ്. 13-ാമത്തെ വചനമാണ്, 14-ാമത്തെ വചനമാണ്. കിതാബ് നോക്കാൻ ഇല്ലിയിലും സിജ്ജിയിലുമായിട്ടുള്ള 2 കിതാബുകൾ നിങ്ങൾക്കറിയാലോ. എന്താണ് സിജ്ജീൻ എന്ന്, എന്താണ് ഇല്ലിയൂൻ എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ചോദ്യം ഖുർആനിലുണ്ട്. 2 രേഖകൾ, അതിൽ വലത് കൈ ഇടത് കൈ. ആ കിതാബ് നൽകപ്പെടുമ്പോ മനുഷ്യര് പറയുമെന്ത്? ഇതാ നിന്റെ കിതാബ്, നീ നോക്കിക്കോ, നീ തന്നെ വായിച്ചോ. എല്ലാ കർമ്മങ്ങളും അതിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. സഹോദര, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആ കിതാബ് കിട്ടുമ്പോ മനുഷ്യര് പറയും, യഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. എന്തോ ഒരു കിതാബാണത്. എല്ലാ ചെറുതും എല്ലാ വലുതും എല്ലാ കാര്യവും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നല്ലോ റബ്ബേ എന്ന്. എല്ലാ മനുഷ്യരും അവിടെ തിന്മ ചെയ്ത ആളുകൾ, താന്തോന്നികൾ, ഇടത് കൈയിൽ കിതാബ് ലഭിക്കപ്പെടുന്നവർ. 18-ാം അധ്യായം 49-ാമത്തെ വചനം. അപ്പോ 3 പുസ്തകങ്ങൾ ഇനിയുണ്ട്. എൻ്റെ അടുത്ത് 3-4 പുസ്തകം ഉദ്ധരിക്കാൻ സമയമില്ല.